തീക്കനൽ കയ്യിലെടുത്തതുപോലെയാണ് ദേഷ്യപ്പെട്ടിരിക്കുന്നത്. പൊള്ളലേൽക്കുന്നത് അവനവന് തന്നെയായിരിക്കും. നിങ്ങൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ അയാൾക്ക് നൽകാനുള്ള ഏറ്റവും നല്ല വാഗ്ദാനം നിങ്ങളുടെ സാന്നിധ്യമാണ്. സഹായിക്കുക എന്നത് സമ്പത്ത് കൊണ്ട് മാത്രമല്ല, പെരുമാറ്റം കൊണ്ടോ വാക്കുകൾ കൊണ്ടോ ഉപദ്രവിക്കാതിരിക്കുന്നതും വലിയ സഹായമാണ്. ഈ ലോകത്ത് വളരെയധികം ആളുകൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുക. നിങ്ങളെ വെറുക്കുന്ന ഒരാളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിതം പാഴാക്കരുത്. ചിലപ്പോഴൊക്കെ വിഡ്ഢികളെപ്പോലെ ആകുന്നതാണ് നല്ലത്. എല്ലാം മനസ്സിലായാലും ഒന്നും മനസ്സിലാകാത്ത പോലെ അങ്ങ് നടക്കണം. ചില ബന്ധങ്ങൾ നിലനിർത്താൻ അതാണ് നല്ലത്. ഇന്ന് നിങ്ങളെ എന്താണോ ദുഃഖിപ്പിച്ചത് അത് നാളെ നിങ്ങളെ ശക്തനാക്കും. അർത്ഥശൂന്യമായ 1000 വാക്കുകളേക്കാൾ മികച്ചതാണ് ആശ്വാസം നൽകുന്ന ഒരു വാക്ക്. ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമാകാൻ ഒരു കരുത്തും ആവശ്യമില്ല. എന്നാൽ തനിച്ചു നിൽക്കാൻ എല്ലാ കരുത്തും ആവശ്യമാണ്. വാക്കുകൾ നുണയായിരിക്കാം, പക്ഷെ പ്രവൃത്തികൾ സത്യം വിളിച്ചു പറയും. നമ്മുടെ സ്വപ്നങ്ങളെ നമുക്കല്ലേ അറിയൂ. സത്യമാകുന്നതുവരെ മറ്റുള്ളവർക്ക് അതൊരു തമാശയായിരിക്കും. കണ്ണുകൾ വളരെ ചെറുതാണ്, പക്ഷെ അതിലൂടെ നാം കാണുന്ന ലോകം വളരെ വലുതാണ്. ഒന്നിനെയും നിസ്സാരമായി കാണരുത്. നിങ്ങളിൽ ഈ 3 കാര്യങ്ങൾ കാണാൻ കഴിയുന്ന ഒരാളെ നിങ്ങൾക്ക് വിശ്വസിക്കാം. നിങ്ങളുടെ പുഞ്ചിരിക്ക് പിന്നിലെ സങ്കടം, നിങ്ങളുടെ കോപത്തിന് പിന്നിലെ സ്നേഹം, നിങ്ങളുടെ നിശബ്ദതയ്ക്ക് പിന്നിലെ കാരണം. നുണകളും രഹസ്യങ്ങളുമാണ് പലപ്പോഴും ബന്ധങ്ങൾ ഇല്ലാതാക്കുന്നത്. അത് എത്ര ശ്രദ്ധയോടെയാണെങ്കിലും ഒരു സൂചന എവിടെയെങ്കിലും ഉണ്ടാകും. അന്ധകാരത്തിൽ ചെയ്യുന്നത് എല്ലായ്പ്പോഴും വെളിച്ചത്തിലേക്ക് വരുന്നു. യാചിക്കുന്നവൻ്റെ മുന്നിൽ നീ അഹങ്കരിക്കരുത്. അഹങ്കരിക്കുന്നവൻ്റെ മുന്നിൽ നീ യാചിക്കുകയും ചെയ്യരുത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും മനോഹരമായ ഭാഗം ഹൃദയമാണ്. അത് ശുദ്ധമല്ലെങ്കിൽ പിന്നെ തിളങ്ങുന്ന മുഖം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. നിങ്ങളുടെ മനസ്സ് തകർന്നതായി ആർക്കും തോന്നരുത്. കാരണം തകർന്ന വീടിൻ്റെ ഇഷ്ടികകൾ എടുത്തു മാറ്റുവാൻ കാത്തിരിക്കുന്നവരാണ് മിക്കവരും. ജീവിതത്തിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഇല്ലാത്ത നിമിഷങ്ങളുണ്ടാകും. അന്നു മുതൽ നമ്മൾ സ്വയം സംസാരിച്ചു തുടങ്ങും, സ്വയം തീരുമാനിച്ചു തുടങ്ങും. നമുക്ക് വിലയില്ലാത്ത ഇടങ്ങൾ നമ്മുടേതല്ലാത്ത ഇടങ്ങളാണ്. ധീരമായി അത് ഉപേക്ഷിക്കുക, അന്തസ്സായി ജീവിക്കുക. ഒരാൾക്ക് നമ്മളോട് സ്നേഹം ഉണ്ടായിരുന്നു എന്നറിയാൻ ചിലപ്പോൾ വർഷങ്ങൾ വേണ്ടിവരും. പക്ഷെ ഒരാൾക്ക് നമ്മളോടുള്ള സ്നേഹം കുറയുന്നുണ്ട് എന്നറിയാൻ ഒരു നിമിഷം പോലും വേണ്ട. ജീവിതം ആസ്വദിക്കാൻ ചിലവില്ല. ജീവിതം ആസ്വദിക്കുന്നുണ്ടെന്ന് മറ്റുള്ളവരെ കാണിക്കാനാണ് ചിലവ്. നിങ്ങളുടെ സ്വന്തം ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അവരോട് പറയുക, അവസ്ഥ നല്ലതാണെങ്കിൽ എല്ലാവരും സ്വന്തമായിരിക്കും. അവസ്ഥ മോശമാണെങ്കിൽ ആരും കൂടെ ഉണ്ടാകില്ല. നമ്മുടെ ജീവിതത്തിൽ ആരും വെറുതെ കടന്നു വരില്ല എന്നത് ഒരു സത്യമാണ്. ചിലർ നമ്മുടെ മുറിവിൽ തേൻ പുരട്ടുന്നവരാകും, മറ്റു ചിലർ പുതിയ മുറിവുകൾ സമ്മാനിക്കുന്നവരും. സത്യമറിയാതെ ആർക്കു വേണമെങ്കിലും ആരെയും കുറ്റപ്പെടുത്താം. ഒടുവിൽ ധരിച്ചു വെച്ചതെല്ലാം തെറ്റായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോഴേക്കും വിലപ്പെട്ട ബന്ധങ്ങൾ പലതും നഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടാവും. കാലം മുന്നോട്ട് സഞ്ചരിക്കുന്തോറും ശരീരം മാറിത്തുടങ്ങും. അന്നും ഇന്നും മാറാതെ ഇരിക്കുന്നത് നമ്മുടെ മനസ്സ് മാത്രമാണ്. നമ്മുടെ മനസ്സ് നോക്കി സ്നേഹിച്ചവർ മാത്രമേ എന്നും കൂടെ കാണൂ എന്നതാണ് സത്യം. അറിയാതെ പോലും അപരൻ്റെ വീഴ്ചയിൽ ആനന്ദിക്കരുത്. എന്തെന്നാൽ വീഴാൻ പറ്റാത്ത ഉറപ്പൊന്നും നമ്മുടെ പാദങ്ങൾക്കും ജീവിതത്തിനുമില്ല.